അയ്യോ, ഫോൺ ചെയ്യാനും നിന്റെ തന്തയോട് കാശ് ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. ഇടേ അബ്ദു, ഇവള് കുരുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. അവസാനം ഇറുകി മുറുകി കിടന്ന് ചക്രശ്വാസം വലിക്കും. ഞാൻ പോണു. നീ ഫോൺ ചെയ്യുന്ന ഇല്ലയോ? ഇല്ല, ചുമ്മാ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ടിപ്പോ അത് ചെയ്തെന്നൊക്കെ പറഞ്ഞ അവക്കെന്താ ഫോൺ ചെയ്താല്? അതിന് എന്റെ ശബ്ദം കേട്ട മനസ്സിലാവില്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ വിളിച്ചു? എന്റെ കയ്യിൽ ചൈനീസ് ഫോൺ ഉണ്ടായിരുന്നു. അതിൽ പല മോഡും ഉണ്ട്. പല ശബ്ദത്തിലും വിളിക്കാം. കുട്ടീന്റെ ശബ്ദം വേണോ, കിളവന്റെ ശബ്ദം വേണോ, പെണ്ണിന്റെ ശബ്ദം വേണോ, അത് ആണിന്റെ ശബ്ദം വേണോ, അങ്ങനെ ഏത് ശബ്ദത്തിൽ വേണമെങ്കിലും എന്നിട്ട് അതെവിടെ? വിളിച്ചു കഴിഞ്ഞ ഉടനെ ഞാനത് എറിഞ്ഞു കളഞ്ഞു. അല്ലെങ്കിൽ പോലീസ് ഫോൺ ട്രാക്ക് ചെയ്ത് എന്റെ പുറകെ വരും. ഏലിയാമ്മ ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇതിനിറങ്ങി തിരിച്ച്. ആ വിളി വിളി വിളിക്ക. വിളി. ബെല്ലടിക്കുന്നു. ഹലോ, തോമാച്ച സാറിനൊന്ന് കൊടുക്കൂ. ഞാൻ മാതാന്നാര്. എന്തിനാ പേര് പറഞ്ഞത്? അവര് ചോദിച്ചു. കുടുംബ പേരും അഡ്രസ്സും റേഷൻ കാർഡ് നമ്പറും ഒക്കെ കൊടുക്കാറുന്നില്ലേ? പോലീസിന് പിന്നെ അധികം അന്വേഷിക്കേണ്ടി വരില്ലല്ലോ. ഇങ്ങനെയാണ് ഒരു കിഡ്നാപ്പർ വിളിക്കുന്നത്. ഏമോനെ സാറേ അങ്ങനെന്നൊക്കെ വിളിച്ചിട്ട് എവിടുന്ന് കിട്ടിയാടോ ഇയാളെ? പിന്നെ എന്റെ ജോലി ഡെയിലി രാവിലെ ഇറങ്ങി ഓരോരുത്തരെ കിഡ്നാപ്പ് ചെയ്യലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പം എടാ തിണ്ടി നക്കി കഴിവേറി പിശുക്കൻ തോമ ഉണ്ടോടാ അവിടെ നിന്ന് ചോദിക്കണം. അതാരെ? അതെന്റെ അച്ഛനാ. അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഞാനല്ലല്ലോ, കിഡ്നാപ്പർ അല്ലേ വിളിക്കുന്നത്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലോ അത് പറ. താൻ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എന്നിട്ട് അവിടുന്ന് ആരാന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരു കള്ള പേരങ്ങ് പറയണം. എന്ത് പേര്? എന്തു പേരെന്നൊക്കെ ചോദിച്ചാ ഉദാഹരണത്തിന് വല്ല ബരാക് ഒബാമെന്നോ ഗോർബച്ചോന്നോ അങ്ങനെ വായി വരുന്ന ഒരു പേര്. അതൊക്കെ ഓർക്കാൻ വലിയ പാടാ. എന്തോന്ന് ഇത്ര പാട്? എന്നാ വായിന്ന് പെട്ടെന്ന് വരുന്ന മാതിരി ഓർണം പറ. തുപ്പല്. തുപ്പല്. അതിലും നല്ലൊരു പേരുണ്ട്, ഷർദിൽ. നിനക്ക് പറ്റിയ പേരാ, ഷർദിൽ കുപ്പളേരി. ഇടാ പെട്ടെന്നൊരു പേര് പറയാൻ പറഞ്ഞപ്പോ എടാ ഫോൺ എടുത്തിട്ട് എടാ പട്ടി ഇന്നതാണ് എന്റെ പേരെന്ന് പറയാൻ. ആ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ നിന്റെ അച്ഛന്റെ പേരെന്താ? മരംകോടനൊന്നുമല്ല, മരപ്പട്ടി മമ്മദ്, മരക്കട മമ്മദ്. ആ മമ്മദ് എന്ന് പറയട്ടെ. ആ അത് കൊള്ളാം. ഇവിടൊക്കെ ഒരുപാട് മമ്മദുണ്ട്. അപ്പൊ മാധവേട്ടൻ ഫോൺ എടുത്തോണ്ട് ഇങ്ങനെ തുടങ്ങണം. എടാ തോമാച്ച, ഞാൻ മമ്മദാണ്, നിന്റെ ഉമ്മാന്റെ കെട്ടിയോ. എന്റെ വാപ്പാടെ പേര് വെച്ചിങ്ങനെ തോന്നി ഞാൻ വിളിച്ചോളാന്ന്. നിങ്ങൾ വിളിക്കണ്ട, നല്ല തെറിയല്ലേ വേണ്ടത്. ഞാൻ ഏറ്റ്. നീ ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്തേ, എന്നിട്ട് ഇങ്ങോട്ട് മാറുന്നില്ലേ. ബാക്കി കാര്യം ഞാൻ ഏറ്റ്. ഹലോ, ആ തോമ എന്ന് പറഞ്ഞ തെണ്ടി റാസ്കൽ അവിടെ ഉണ്ടോടാ? ആ നീയായിരുന്നു. അയ്യോ അതല്ല, പണം ഞാൻ കൊടുത്തയച്ചു. കർത്താവാണ് സത്യം. ആ ഡ്രൈവർ കോയ അതുകൊണ്ട് മുങ്ങി. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ചോദിക്കുന്ന കാശ് ഞാൻ തരാം. 30 ലക്ഷം വേണം. 30 ലക്ഷമോ? നേരത്തെ 10 പറഞ്ഞത്. അത് കൊണ്ടുവന്നില്ലല്ലോ. അതിന്റെ ഫൈനും കൂടെ ചേർത്ത് 30 ലക്ഷം ദർഹംസ് ഇപ്പൊ വേണം. ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകും? ഇത്രയും പണം ആരെങ്കിലും വീട്ടിൽ വെക്കുവോ? പണം ബാങ്കിൽ നിന്ന് എടുക്കണം. അതിന് പറ്റില്ല. അതെന്ത്, തന്റെ ബാങ്ക് പൂട്ടിയാ? മണി 5 ആയില്ലേ? ഇനിയിപ്പോ ഏത് ബാങ്കിൽ നിന്ന് പണം എടുക്കും? എന്നാ രാവിലെ കൊണ്ടുപോടാ കോപ്പേ. നിങ്ങൾക്കറിയില്ലേ, നാളെ വെള്ളിയാഴ്ച അവധി, മറ്റന്നാൾ നാഷണൽ ഡേ അവധി. ഐ ക്യാൻ ഡ്രോ ദ മണി ഓൺലി ഓൺ മൺഡേ മോർണിംഗ്. യു ഹാവ് ടു വെയിറ്റ് ടിൽ ദെൻ. ദെയർ ഇസ് നോ അതർ വേ. നോ. ഇംഗ്ലീഷ് വേണ്ട. നീ ആര് സായിപ്പിനുണ്ടായതാ? മുടിഞ്ഞ ഇംഗ്ലീഷ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം കഴിഞ്ഞേ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റൂ. അത്രയും സമയം എനിക്ക് തരണം. ഓക്കെ, പണം എവിടെ വേണമെന്ന് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ പറയാം. എന്റെ മോള്. നിന്റെ മോള് ആ എരണം കെട്ട അലവലാതി എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. കാശ് കിട്ടിയില്ലെങ്കിൽ തുണ്ടമായി വെട്ടുനുറുത്തി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? പനിനീരിട്ട് ചെവി കഴിയണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. എന്റെ ബിരിയാണി എവിടെ? അതും എടുത്ത് അവള് തിന്നു. എനിക്കൊരെണ്ണം വാങ്ങി തന്നേ പറ്റൂ. വയറ് കത്തുവാ. അതിന് എന്റെ 5 തരേ ഉള്ളൂ. കാലണ കയ്യിലില്ലാതാണോ കിഡ്നാപ്പിന് ഇറങ്ങിയത്? ഇതൂടെ കേട്ട് കണ്ട നെത്തോലി സ്രാവിനെ പോലെ വിഴുങ്ങുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോന്നോ? കാശ് കിട്ടാൻ 3 ദിവസം എടുക്കും. ഇവിടെ ഈ പെരുവഴി കിടന്നുറങ്ങിയ പോലീസ് പൊക്കും. ഇവളെ കാണാനില്ലെന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടാ. അതുകൊണ്ട് ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഇരട്ടി ഗുലുമാലാവും. കയ്യിലുള്ളത് ആകെ 5 ഉലുവായി. അയ്യോ ഗുരുവായൂരപ്പാ. ഇന്ന് 20-ാം തീയതിയല്ലേ? ഒരു വഴിയുണ്ട്, ഒരു കല്യാണ വീടുണ്ട് മരക്കാരുടെ. അവിടെ കയറി പറ്റാം. എനിക്ക് ക്ഷണമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? മരക്കാർ ഇരുമ്പുകട മത്തായിയും കുടുംബത്തിനെയും കല്യാണം കൂടാൻ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും വരില്ല. അയാൾ നാട്ടിൽ പോവുക. അയാളുടെ തല തിരിഞ്ഞ ഒരു മരുമോനുണ്ട്, കോയ. അവനാണെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോവാം. മത്തായിയുടെ മരുമോൻ കോയെ? കോര പ്രേമമായിരുന്നു. നിവർത്തിയില്ല, അത് കെട്ടിച്ചു കൊടുത്ത്. അവൻ ആളെങ്ങനെ?
ആളെങ്ങനാന്ന് ചോദിച്ചാ അതായത് എറണാകുളം MG റോഡിൽ ഇപ്പൊ ഒരു സെന്റിന് എത്ര രൂപ കാണും? എനിക്ക് അറിഞ്ഞൂടാ. ഒരു 50 ലക്ഷം. ഇവനെ അവിടെ കൊണ്ട് താമസിപ്പിച്ച പിറ്റേ ദിവസം 10,000 രൂപയ്ക്ക് ആളുകൾ വിറ്റിട്ട് ഓടിക്കളയും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇതിനെ എന്ത് ചെയ്യും? ഇവിടെ കല്യാണ വീട് മുഴുവൻ ആളും ബഹളമായിരിക്കും. ഒരു പറുത സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവളെ അതിനകത്ത് കയറ്റി ഒളിപ്പിക്കാം. ഇപ്പൊ പിടിച്ച ഈ പുലിവാലൊന്ന് പോരെ നിനക്ക്? ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. ഒരു നല്ല നാളേക്ക് വേണ്ടിയല്ലേ. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. എന്താ പോരെ? കൊടച്ചോനെ, എന്താടാ അവിടെ ഒരു വെടി ശബ്ദം? ശബ്ദമല്ല, ഒരുത്തൻ വെടിയായതാ. നക്കിക്കൊണ്ടിരിക്കാതെ വേഗം സ്ഥലം വിടാം. എന്താ സംഭവിച്ചെന്ന് പറ. ഇക്കാ സിംഗ് എന്ന് പറഞ്ഞൊരു ഗുണ്ടാ തലവനുണ്ട്. എല്ലാ ലേബർ ക്യാമ്പിലുള്ളവരും ഇയാൾക്ക് കാശ് കൊടുക്കണം. ഹഫ്ത. വേറൊരു പാകിസ്ഥാൻകാരൻ വന്ന് ഇവിടെ ഹഫ്ത പിരിക്കാൻ നോക്കി. അവനെ ഇവൻ തട്ടി. പോലീസിനോട് ആര് പറയാൻ? ആർക്കും ധൈര്യമില്ല. അവന്റെ പണി എന്താണെന്നറിയാവോ? കൊന്നിട്ട് ശവം വലിയ ടാർവീപ്പയ്ക്കകത്തിടും. എന്നിട്ട് മെറ്റലും സിമെന്റും കൊണ്ട് നിറയ്ക്കും. ഇരു ചെവി അറിയാതെ കടലിൽ കൊണ്ടുപോയി തള്ളും. ശവം പൊങ്ങൂലല്ലോ. അത് കിട്ടിയാലല്ലേ കേസെടുക്കാൻ പറ്റൂ. ഇഷ്ടം പോലെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അതിനി കൂട്ടണ്ട. നമുക്ക് സ്ഥലം വിടാം. വാ. പൂണ്ണക്കാതെ വാവണ്ണേ.